ഈ കോഴിക്കോട്ട് എയിംസ് വരണമെന്ന് പുള്ളി പറയുന്നത് പുള്ളിയുടെ ഒരു താല്പര്യമാണ്. അത് ആരുടെ താല്പര്യമാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തം അറിയാം. കോഴിക്കോട്ട് എന്താണ് പുള്ളി ഇത്രയും താല്പര്യം കാണിക്കുന്നത്? അതിന്റെ പുള്ളിക്കൊരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റ് അതാണ് കാര്യകാരണ സഹിതം എയിംസ് കാസർഗോട്ട് വരണം, അത് പേരുകൂടി കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ ചുരുക്ക് അന്നേരം തീർക്കാൻ പറ്റാത്ത മുഖ്യമന്ത്രി കാഞ്ഞങ്ങാട് കാണിയൂർ കയറിയ പറഞ്ഞത്. ഞാൻ തലശ്ശേരിയിൽ കോടിയേരിക്കെതിരെ മത്സരിക്കുമ്പോൾ എന്റെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിന് അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നു, ശ്രീ മൻമോഹൻ സിംഗ്. ഞാൻ ആ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരാം. ഞാനാണ് സ്റ്റേജിൽ വെച്ച് മൻമോഹൻ സിംഗിന് ആദ്യമായി തലശ്ശേരിയിൽ നിന്ന് മൈസൂരേക്ക് ഒരു തീവണ്ടിപ്പാത വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അന്ന് പ്രധാനമന്ത്രി പറഞ്ഞു, ഇതൊരു ഇലക്ഷൻ മീറ്റിംഗ് ആണ്, ഇവിടെ വെച്ച് എന്തെങ്കിലും ഒരു ഓഫർ തന്നാൽ അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാകും. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ തലശ്ശേരി മൈസൂർ തീവണ്ടിപ്പാതയെക്കുറിച്ച്, അതിന്റെ പോസിബിലിറ്റിയെക്കുറിച്ച് ഒരു സർവേ നടത്താം എന്ന് മൻമോഹൻ സിംഗ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ നിവേദനം കൊടുക്കുന്ന ചിത്രമടക്കം ഞാൻ പറയാം. അതിനുശേഷം ആ തലശ്ശേരി ഈ മൈസൂർ തീവണ്ടിപ്പാത ഫീസിബിൾ അല്ല എന്ന് വ്യാപകമായ റിപ്പോർട്ടുകൾ വന്നു. പക്ഷെ ഇപ്പോ മുഖ്യമന്ത്രി കഴിഞ്ഞ കുറെ മീറ്റിംഗിൽ കാഞ്ഞങ്ങാട് കാണിയൂർ തീവണ്ടിപ്പാത വിട്ട് തലശ്ശേരി മൈസൂർ തീവണ്ടിപ്പാത, പിന്നെ അതുപോലെ തന്നെ നിലമ്പൂർ നഞ്ചങ്കോട്, മൂന്നാമത്തെ പ്രയോറിറ്റിയാണ് ഈ ഫീസിബിൾ ആണെന്ന് കണ്ടെത്തിയ റെയിൽവേ ഈ റെയിൽ ആരംഭിക്കാമെന്ന് കണ്ടെത്തിയ കാഞ്ഞങ്ങാട് കാണിയൂർ തീവണ്ടിപ്പാതയ്ക്ക് തേർഡ് പ്രിഫറൻസ് ആണ് ഇത്തവണ അജണ്ടയിൽ കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും നടക്കാത്ത തലശ്ശേരി മൈസൂർ തീവണ്ടിപ്പാത നമ്പർ 1, നമ്പർ 2 നിലമ്പൂർ നഞ്ചങ്കോട് പാത, നമ്പർ 3 കാഞ്ഞങ്ങാട് കാണിയൂർ തീവണ്ടിപ്പാത. അപ്പൊ മുഖ്യമന്ത്രിക്ക് എന്തോ ഒരു പൂർവ്വ വിരോധം ഈ ആദ്യത്തെ ചർച്ച മുതൽ എന്നോടുണ്ട് എന്നൊരു തോന്നലാണ് എനിക്കുണ്ടായത്. കാര്യം മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് ഒരിക്കലും അസഹിഷ്ണുത പാടില്ല. അദ്ദേഹം എംപിമാർ പറയുന്നത് കേൾക്കണം, എന്നോട് പറയണം കേരള ഗവൺമെന്റ് NOC കൊടുക്കാം, നിങ്ങൾ കർണാടക ഗവൺമെന്റ് NOCയുടെ മേടിക്കണം, നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ ഈ പ്രോജക്ട് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇതല്ലേ ഒരു മുഖ്യമന്ത്രി പറയേണ്ടത്? അതല്ലേ അദ്ദേഹത്തിന്? ഉടനെ ഒരു പാർലമെന്റ് അംഗത്തെ കളിയാക്കി എല്ലാം തികഞ്ഞവനാണ് അദ്ദേഹം എന്നൊരു ധാരണയിലാണ് എംപിമാരോട് പറയുന്നത്. അദ്ദേഹത്തെ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത പോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾ വൻപിച്ച ഭൂരിപക്ഷം നൽകി തെരഞ്ഞെടുത്ത ഒരു എംപിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കാസർകോട്ടെ ജനങ്ങളുടെ പ്രശ്നമാണ് വലുത്. അവിടെ എയിംസ് കൊണ്ടുവരിക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമാണ്. അവിടെ കാഞ്ഞങ്ങാട് തീവണ്ടിപ്പാത ആരംഭിക്കുക എന്നുള്ള എന്റെ ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ച ഒരു ജനപ്രതിനിധി എംപിമാരുടെ യോഗം വിളിച്ചുകൂട്ടിയ ഒരു യോഗത്തിൽ വെച്ച് മുഖ്യമന്ത്രിയോട് ക്രിയാത്മകമായ ഒരു നിർദ്ദേശം സമർപ്പിക്കുമ്പോൾ അദ്ദേഹം കളിയാക്കുന്ന സ്വരത്തിൽ പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ നമ്മളാരും തയ്യാറാകത്തില്ല. കാര്യം പുള്ളിയുടെ വീട്ടുചെലവിലല്ലല്ലോ നമ്മളാരും കഴിയുന്നത്. അതുകൊണ്ട് പൊതുപ്രവർത്തകരോട് മാന്യമായി പെരുമാറാൻ അദ്ദേഹം പഠിക്കണം. മാധ്യമപ്രവർത്തകരോട് കടക്കടോ പുറത്ത് ആ ഭാഷയൊന്നും ഞങ്ങളോട് ഉപയോഗിക്കാൻ പറ്റില്ല. അതൊക്കെ മാധ്യമപ്രവർത്തകരോട് മതി, ഞങ്ങളോട് വേണ്ട. മാധ്യമപ്രവർത്തകർക്ക് റിയാക്ട് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. അതിനൊക്കെ ശക്തമായി പ്രതികരിക്കണം നിങ്ങൾ. എന്താ താല്പര്യം നിങ്ങൾ അന്വേഷിച്ചു നോക്ക്. കേരളത്തിൽ 14 ജില്ലയുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഇത്രയും സ്വകാര്യ മേഖലയിൽ ആശുപത്രി ഉള്ളപ്പോൾ പിന്നെ എന്തിനാ കോഴിക്കോട്ട് ഇത് കൊണ്ടുവരാൻ പുള്ളി താല്പര്യം എടുക്കുന്നത്? അതെന്താന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന്റെ ഭാഗമായിട്ട് അത് കണ്ടുപിടിക്കുക. പുള്ളി ഇപ്പോ ഓരോന്ന് പറയുന്നല്ലോ, ഓരോന്ന് വരുമ്പോഴും അതിന്റെ പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ടല്ലോ. ആ ഉദ്ദേശങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാം.